ബുക്ക് വായിച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല സൂപ്പറായി എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് അതിങ്ങനെ യാത്ര ചെയ്ത് കറങ്ങി യാത്ര ചെയ്തിട്ട് തിരിച്ച് അതേ പോയിന്റിലേക്ക് തന്നെ വന്ന് അവസാനിക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് ചെറുപ്പത്തിൽ അവരെ അമ്മേൻ്റെ കൂടെയുള്ള ജീവിതം തുടങ്ങിയിട്ട് അത് ഇത് ഇങ്ങനെ വളർന്ന് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പോയിട്ട് അത് തിരിച്ച് അതേ പോയിന്റിലേക്ക് തന്നെ വന്ന് ചേരുന്ന രീതിയിലാണ് കഥ എഴുതിയിട്ടുള്ളത്. കഥയല്ല, ഇത് ശരിക്കും ഒരു ഓട്ടോബയോഗ്രഫി പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല ചരിത്ര സംഭവങ്ങളുടെയും ഇത് കടന്നു പോകുന്നുണ്ട്. അതായത് ഇന്ദിരാഗാന്ധിയുടെ മരണം, കൊലപാതകം, അതിനുശേഷമുള്ള കലാപങ്ങൾ, അതിനുശേഷം ബാബരി മസ്ജിദിൻ്റെ ആക്രമണം, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പല രീതിയിലുള്ള കഥകൾ ഇതിൽ കടന്നു പോകുന്നുണ്ട്. അതിനുശേഷം ഇവരെ സമരത്തിലൂടെ പോയി സമരം ചെയ്ത പല കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബുക്ക് പോകുന്നത്. നല്ല അടിപൊളിയാണ്. ഇത് വായിക്കുമ്പോൾ ഇത് മലയാളത്തിൽ വായിക്കുമ്പോഴേ പല വേർഡുകളും എനിക്കിതിങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ എഴുതിക്കാന്ന് ഭയങ്കര ആകാംക്ഷയുണ്ട്. അത് എങ്ങനെയായിരിക്കും എഴുതിക്കാന്ന് അറിയാൻ. ഇനി എന്തെങ്കിലും ഇതിൻ്റെ ഇംഗ്ലീഷ് ബുക്ക് കിട്ടുമ്പോൾ അത് നോക്കണം എങ്ങനെയായിരിക്കും, അത് ആ വേർഡ് എങ്ങനെയായിരിക്കും എക്സാക്റ്റ് ഇംഗ്ലീഷിൽ എന്തായിരിക്കും പറഞ്ഞേക്കുക എന്നുള്ളത്. നല്ല അടിപൊളിയാണ്. വാങ്ങിയിട്ട് എല്ലാവരും വായിക്കുക, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എവിടെ സംഘടിപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി ഫീലിംഗ് ആണ്.